ഹലോ, ഗുഡ് മോർണിംഗ്. സുഖമല്ലേ എല്ലാവർക്കും? ജോലികൾക്കൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടോ? ഈ മാസം കുറച്ചുകൂടി തിരക്കിട്ട് ജോലികൾക്കൊക്കെ അപ്ലൈ ചെയ്യണം കേട്ടോ. ഡിസംബർ ജാനുവരിയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ജോലി കിട്ടുമെന്നാണ് പറയുന്നത്. അതായത് ഡിസംബർ മാസത്തിൽ അപ്ലൈ ചെയ്താൽ ജാനുവരിയിലെ ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ജോലി കിട്ടുന്നതായിട്ടാണ് ഇവിടെ എക്സ്പീരിയൻസ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളോട് കുറച്ചുകൂടി തിരക്കിട്ട് ജോലികൾക്കൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് ഞാൻ പറയുന്നത് കേട്ടോ. ഇന്ന് ഞാൻ കുറച്ച് കമ്പനീസിനെ കുറിച്ച് പറയാം. അപ്പം നിങ്ങൾ ആ കമ്പനികളുടെ കരിയർ സൈറ്റ് എടുത്തിട്ട് അവിടെ ജോലികളുണ്ടോ എന്ന് നോക്കിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക കേട്ടോ. ഈ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ആ കമ്പനിയുടെ കോൺടാക്ടേഴ്സിൽ ഒരു ഇമെയിൽ അയച്ചും ചോദിക്കും. എനിക്ക് ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, എനിക്ക് ആ ജോബ് നന്നായിട്ട് ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ കമ്പനിയിൽ ഒരു ജോലി കിട്ടിയാൽ ഞാൻ വളരെ ഹാപ്പിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇമെയിൽ അയക്കുക. അതായത് വളരെ ഇമ്പ്രസീവായ രീതിയിലായിരിക്കണം ആ ഇമെയിൽ അയക്കേണ്ടത്, ഒരു കവർ ലെറ്റർ പോലെ. എന്നിട്ട് നിങ്ങളുടെ CV കൂടി അറ്റാച്ച് ചെയ്ത് അവർക്ക് അയച്ചു കൊടുക്കണം. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ജോലി കിട്ടാനുള്ള ചാൻസ് ഒരു 20% കൂടി കൂടുമെന്നാണ്. അപ്പോൾ അതുകൊണ്ട് അതുപോലെ എല്ലാവരും ചെയ്യണം കേട്ടോ. കുറച്ച് പേർക്കെങ്കിലും ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഹാപ്പി ആയിരുന്നു. എല്ലാവർക്കും ജോലി കിട്ടണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വീഡിയോസൊക്കെ ഇടുന്നത്. എല്ലാവരും ലിങ്ക്ഡിനിൽ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക. നിങ്ങളുടെ എക്സ്പീരിയൻസും അതുപോലെ നിങ്ങൾക്ക് IELTS ഉണ്ടെങ്കിൽ അതും ഒക്കെ വച്ചിട്ട് നല്ലൊരു പ്രൊഫൈൽ ലിങ്ക്ഡിനിൽ ഉണ്ടാക്കി വെക്കുക. മിക്കവാറും എംപ്ലോയേഴ്സൊക്കെ തന്നെ ആ ലിങ്ക്ഡിനിൽ നിന്നായിരിക്കും ആളുകളെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നിങ്ങളൊരു ജോലിക്ക് അപ്ലൈ ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഒരു ജോലി കിട്ടിയെന്നിരിക്കും. പലരെയും അവരുടെ പ്രൊഫൈൽ നേരിട്ട് കണ്ടിട്ടാണ് കമ്പനി സെർച്ച് ചെയ്ത് കണ്ടെത്തും. ഒരുപക്ഷെ ആ കണ്ടെത്തുന്നത് നിങ്ങളുടേതാണെങ്കിലോ? അപ്പം നിങ്ങൾ പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക. ആ ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ജോലി എനിക്ക് കിട്ടും എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം ജോലിക്ക് അപ്ലൈ ചെയ്യുക. ജോലിയുടെ ഇൻ്റർവ്യൂ വരുന്നത് പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കുക. ഇൻ്റർവ്യൂ കോൾ വരുന്നത് പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങൾക്ക് ചെയ്യാവുന്ന ചില മെൻ്റൽ എക്സർസൈസസ് ആണ് ഞാനിവിടെ പറഞ്ഞു തരുന്നത്. എപ്പോഴും ഒരു പ്രതീക്ഷ വേണം നമുക്ക്, എന്നാലേ നമുക്ക് ലക്ഷ്യത്തിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക. ജോലിയുടെ ഇൻ്റർവ്യൂ കോൾ വെയിറ്റ് ചെയ്തിരിക്കുക. ഒരു ദിവസം നിങ്ങൾക്കത് കിട്ടും, ഉറപ്പ് തന്നെയാണ്. ഓക്കെ, ഗൂഗിളിൽ നിങ്ങൾ വിസ സ്പോൺസർഷിപ്പ് ജോബ്സ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ സ്പോൺസർഷിപ്പ് ജോബ്സ് എന്തൊക്കെയാണെന്ന് നമുക്കിവിടെ നോക്കാം. ഇനി നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ജോബിൽ കിട്ടണമെങ്കിൽ ഈ സെർച്ച് ബോക്സിൽ ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് അത് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ ഇന്നിവിടെ വന്നിട്ടുള്ള ജോബ്സൊക്കെ നമുക്ക് നോക്കാം. സൂസ് ഷെഫ്, കിച്ചൺ ക്രൂ, അതായത് ജോബ് ഹോസ്പിറ്റാലിറ്റി പ്രൈവറ്റ് ലിമിറ്റഡ് ഇവിടുത്തെ ഒരു സ്പോൺസർഷിപ്പ് കൊടുക്കുന്ന കമ്പനിയാണ്. ആ കമ്പനിയിൽ ഒരുപാട് ക്രൂസിനെ ആവശ്യമുണ്ട്. സെയിൽസ് ഡെവലപ്മെൻറ്റ് റെപ്രസെൻറ്റേറ്റീവ്, ബിസിനസ് ഡെവലപ്മെൻറ്റ് റെപ്രസെൻറ്റേറ്റീവ്. ആ കമ്പനിയുടെ പേര് 420 കൺസൾട്ടിങ്. ആ കമ്പനിയുടെ പേര് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജോബ്സ് ഉണ്ടോ എന്ന് അതിൽ സെർച്ച് ചെയ്ത് നോക്കാം. സ്റ്റോർ മാനേജർ 482 വിസ സ്പോൺസർഷിപ്പ് അവൈലബിൾ ആണെന്ന് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ കമ്പനിയുടെ പേരാണ് RSEA സേഫ്റ്റി. നെക്സ്റ്റ്, റീലൊക്കേറ്റ് ടു വോർവിക് ക്യൂൻസ്ലാൻഡ്. അപ്പോൾ അവിടെ സ്പോൺസർഷിപ്പ് ജോബ്സ് ഉണ്ട്. അവരുടെ ഇതൊരു BCB ഏർലി, ഇത് ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് മെൽബോണിലെ BCB ഏർലി ലേണിംഗ് ഓസ്ട്രേലിയ. അത് ടൈപ്പ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് അവിടെ വേറെ ജോബ്സ് ഉണ്ടോ എന്ന് കൂടി സെർച്ച് ചെയ്യാം. പ്രൈമറി സ്കൂൾ ടീച്ചേഴ്സിന് ആവശ്യമുണ്ട്, അവർക്കും സ്പോൺസർഷിപ്പ് അവൈലബിൾ ആണ്. ഇതൊരു റിക്രൂട്ട്മെൻറ്റ് ഏജൻസിയാണ്, ഇൻസ്പയേർഡ് റിക്രൂട്ട്മെൻറ്റ്. എന്ന് വെച്ച് നിങ്ങൾ അവർക്ക് പ്രത്യേകിച്ച് പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അവർ ജോബ് നോട്ടിഫൈ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കത് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ജോബ് കിട്ടിക്കഴിഞ്ഞാൽ റിക്രൂട്ട്മെൻറ്റ് ഏജൻസിയുടെ പണം കമ്പനി ആയിരിക്കും പേ ചെയ്യുന്നത്. ഇത് 20 days എഗോ വന്ന ജോബാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത് ക്ലോസ് ആയിട്ടില്ല, നിങ്ങൾക്കും അപ്ലൈ ചെയ്യാം. ചൈൽഡ് കെയർ വർക്കർ, ഇതും സ്പോൺസർഷിപ്പ് ഉണ്ട്. പക്ഷേ ഇതിനൊക്കെയും ഒരു ക്വാളിഫിക്കേഷൻ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ നാട്ടിൽ നിന്ന് മോണ്ടിസോറി ട്രെയിനിങ് പാസ്സായിട്ടുള്ളവരോ അല്ലെങ്കിൽ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷനിൽ ഒരു ഡിഗ്രി ഉള്ളവർക്കോ ഇത് അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ്, ചൈൽഡ് കെയർ സെൻറ്റർ മാനേജർ. ഇതുപോലെ എഡ്യൂക്കേഷൻ സെൻറ്ററിൽ ഒരുപാട് ജോബ്സ് ഉണ്ട്. എല്ലാത്തിനും വിസ സ്പോൺസർഷിപ്പ് ഉള്ളതാണ്. ഫീൽഡ് ടെക്നീഷ്യൻസ് വിസ സ്പോൺസർഷിപ്പ് ഉണ്ട്. ലെവാൻ ബിൽഡിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ
.com.au അവരുടെ കമ്പനി സൈറ്റ് അതാണ്. പേസ്ട്രി മേക്കർ, ഷെഫ്, ബേക്കർ. ഒരു ബേക്കിംഗ് കമ്പനിയിൽ ഒരുപാട് ജോലിക്കാരെ ആവശ്യമുണ്ട്. ഏർലി റൈസ് ബേക്കിംഗ് കമ്പനി. മറ്റൊന്ന് സൂസ്, ഷെഫ് കിച്ചൺ ക്രൂ, ജോസ്. നേരത്തെ നമ്മൾ കണ്ട പോലെ തന്നെ പല തരം ജോലിക്കാരെ ഒരു ഹോസ്പിറ്റാലിറ്റി കമ്പനിയിൽ ആവശ്യമുണ്ട്. ജോസ് ഹോസ്പിറ്റാലിറ്റി പ്രൈവറ്റ് ലിമിറ്റഡ്. മെക്കാനിസ്റ്റാണ്. വേരീഡ് റോൾസിലുള്ള മെക്കാനിസ്റ്റിനെ ആവശ്യമുണ്ട്. ഹോഫ്മാൻ എൻജിനീയറിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഇവരുടെ വെബ്സൈറ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അവിടെയുള്ള എല്ലാ ജോബ്സും കാണാം. രജിസ്റ്റേർഡ് നേഴ്സ്, ഇൻ്റർനാഷണൽ കാൻഡിഡേറ്റ്സ് വെൽക്കം എന്ന് അവർ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. കോറിയോങ് ഹെൽത്ത് കമ്പനി നെയിമാണ് കോറിയോങ് ഹെൽത്ത്. ബബ്ലി അഡ്മിനിസ്ട്രേറ്റർ ആൻഡ് റിക്രൂട്ടർ, ഡെൽറ്റ ഫസ്റ്റ്. ബബ്ലി അഡ്മിനിസ്ട്രേറ്റർ ആൻഡ് റിക്രൂട്ടർ മീൻസ് അവർക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള ആളുകളെയാണ് ഇവിടെ വേണ്ടത്. അപ്പോൾ അതിൻ്റെ കമ്പനി നെയിമാണ് ഡെൽറ്റ ഫസ്റ്റ്. വെയർഹൗസ് സൂപ്പർവൈസർ, വെസ്ട്രാക്ക് പ്രൈവറ്റ് ലിമിറ്റഡ്. അഡ്മിനിസ്ട്രേറ്റീവ് സപ്പോർട്ട് ഓഫീസർ, കോട്ടൺ യൂണിവേഴ്സിറ്റി. ആ യൂണിവേഴ്സിറ്റിയിലെ ജോബ്സ് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ വേരീഡ് ആയിട്ടുള്ള ജോബ്സ് അവിടെയും കാണാം. ഇത് 5 days ago വന്നതാണ്. എക്സ്പയറിങ് സൂൺ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. അഡ്മിഷൻ അഡ്വൈസർ, കോട്ടൺ യൂണിവേഴ്സിറ്റി. അവിടെ ഒരുപാട് ജോബ്സ് ഉണ്ടെന്ന് ഇതിൽ നിന്ന് മനസ്സിലായില്ലേ. ഏർലി ചൈൽഡ്ഹുഡ് ഗ്രൂപ്പ് ലീഡേഴ്സ് ആൻഡ് ടീച്ചേഴ്സ്, ഒരുപാട് ഒഴിവുകളുണ്ട്. VIP ഇമിഗ്രേഷൻ, ഇതും ഒരു ഏജൻസിയാണ്. പക്ഷേ ഏജൻസിക്ക് പ്രത്യേകം നിങ്ങൾ പണം കൊടുക്കേണ്ട ആവശ്യമില്ല. സീനിയർ സ്റ്റൈലിസ്റ്റ്, ബ്യൂട്ടീഷ്യനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കും സ്പോൺസർഷിപ്പ് ഉണ്ട്. അപ്പോൾ അതിന് സ്റ്റെഫാൻ ഹെയർ, എപ്പോഴും ജോലിക്കാരെ വിളിക്കുന്ന ഒരു കമ്പനിയാണ് സ്റ്റെഫാൻ ഹെയർ. IT സപ്പോർട്ട് ഓഫീസറാണ്. യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂ സൗത്ത് വെയിൽസ്. ആ യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂ സൗത്ത് വെയിൽസിൽ വേറെയും ജോബ്സ് ഉണ്ടാവും. സെർച്ച് ചെയ്യുക, കണ്ടുപിടിക്കുക. മെക്കാനിക് ഓട്ടോമോട്ടീവ് ടെക്നീഷ്യൻ, അൾട്രാട്യൂൺ. മെക്കാനിക് ഓട്ടോമോട്ടീവ് ടെക്നീഷ്യൻ, കമ്പനി നെയിം അൾട്രാട്യൂൺ. മാനേജർ ഓൺ ഡ്യൂട്ടി, മെറിറ്റൺ സ്യൂട്ട്സ്. സെയിൽസ് ഡെവലപ്മെൻറ്റ് റെപ്രസെൻറ്റേറ്റീവ്, ബിസിനസ് ഡെവലപ്മെൻറ്റ് റെപ്രസെൻറ്റേറ്റീവ്, 420 കൺസൾട്ടിങ്. ഇതൊക്കെ കമ്പനീസാണ് കേട്ടോ. ഇതൊക്കെ ഏജൻസികളാണ്. അവിടെ മറ്റ് ജോലികളും ഉണ്ടാവും. നിങ്ങൾക്ക് ആ പേര് സെർച്ച് ചെയ്തിട്ട് ആ ജോബ്സൊക്കെ ഇവിടെ സെർച്ച് ചെയ്ത് നോക്കാം. റൊട്ടേറ്റിംഗ് എക്യുപ്മെൻറ്റ് എഞ്ചിനീയർ, എയർ സ്വിഫ്റ്റ്. മെക്കാനിക് ഓട്ടോമോട്ടീവ് ടെക്നീഷ്യൻ, അൾട്രാട്യൂൺ. ഈ കമ്പനീസൊക്കെ നേരത്തെ നമ്മൾ കണ്ടതാണ്. രജിസ്റ്റേർഡ് നേഴ്സ്, സ്പോൺസർഷിപ്പ് ഉണ്ട്, റീലൊക്കേഷൻ ഉണ്ട്. ഹോൾ ആൻഡ് പ്രയർ ഹെൽത്ത് ആൻഡ് ഏജ്ഡ് കെയർ ഗ്രൂപ്പ്, ഒരു HCA ജോബാണ്. ഹോൾ ആൻഡ് പ്രയർ ഹെൽത്ത് ആൻഡ് ഏജ്ഡ് കെയർ ഗ്രൂപ്പ്. റൊട്ടേറ്റിംഗ് എക്യുപ്മെൻറ്റ് എഞ്ചിനീയർ, എയർ സ്വിഫ്റ്റ്. ഷീറ്റ് മെറ്റൽ വർക്കർ, ലോർഗ് ടാലൻറ്റ്. രജിസ്റ്റേർഡ് നഴ്സ് ആൻഡ് ഏജ്ഡ് കെയർ, വിസ സ്പോൺസർഷിപ്പ് ഉണ്ട്. ജോയ് സപ്പോർട്ട് സർവീസസ്. ചിലതൊക്കെ സൂൺ എക്സ്പയർ ചെയ്യുന്നതാണ്. സയൻറ്റിഫിക് ഓഫീസർ, കെമിസ്റ്റ്, മർഡോക്ക് യൂണിവേഴ്സിറ്റി. ഓപ്പറേഷൻസ് കോർഡിനേറ്റർ, 4C ഗ്രൂപ്പ്. ഓപ്പറേഷൻസ് കോർഡിനേറ്റർ, 4C ഗ്രൂപ്പ്. മെയിൻ്റനൻസ് പ്ലാനർ, യൂസോൾഡ്. ഈ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ വായിച്ചു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് പറ്റിയതാണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഡിപ്ലോമ ഗ്രൂപ്പ് ലീഡർ, ചൈൽഡ് കെയർ, ഫാൽകാം. ഒരു പുതിയ കമ്പനിയാണ്. ഡിപ്ലോമ ഗ്രൂപ്പ് ലീഡർ, ചൈൽഡ് കെയർ, ഫാൽകാം. പവർ ജനറേഷൻ ടെക്നീഷ്യൻ, വെസ്ട്രാക്ക് പ്രൈവറ്റ് ലിമിറ്റഡ്. ഏർലി ചൈൽഡ്ഹുഡ് ടീച്ചർ, റാൻസ്റ്റാഡ്.
ഇത് ന്യൂസിലൻഡിലുള്ള ഒരു കമ്പനിയാണ് റാൻസ്റ്റാഡ് എഡ്യൂക്കേഷൻ. മെയിൻ്റനൻസ് മാനേജർ വിട്രോൺ സർവീസ് ഓസ്ട്രേലിയ പ്രൈവറ്റ് ലിമിറ്റഡ്. ഗൂഗിളിൽ സീക്ക് എന്ന് ടൈപ്പ് ചെയ്ത് ആ സീക്കിൻ്റെ വെബ്സൈറ്റിൽ കയറി നിങ്ങളുടെ ജോബ് അതിൽ സെർച്ച് ചെയ്യുക. സ്പോൺസർഷിപ്പ് എന്ന വാക്ക് ചേർത്തുകൊണ്ട് നിങ്ങളുടെ ജോബ്സ് സെർച്ച് ചെയ്യുക. അപ്പോൾ അതിൽ ഉള്ള നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ജോബ്സ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് ഇവിടെ വേണ്ടത് അഡ്മിനിസ്ട്രേറ്റർ ജോബ്സാണ്. വിസ സ്പോൺസർഷിപ്പ്. അതിൽ ഏതാണ് ക്ലാസിഫിക്കേഷൻ? അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഓഫീസ് സപ്പോർട്ടാണോ എന്ന് നമുക്കിവിടെ നോക്കാം. ഇനി അതിൽ തന്നെ പല വിഭാഗങ്ങളുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഏത് സെക്ഷനാണെന്ന് നോക്കാം. നിങ്ങളുടെ ജോബ് ഇപ്പോൾ അഡ്വർടൈസിങ്, ആർട്സ് ആൻഡ് മീഡിയ ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യാം. ഇങ്ങനെ പലതും നിങ്ങൾക്കിവിടെ ക്ലിക്ക് ചെയ്യാം ഇതിൽ. എന്നിട്ട് സൈൻ ഇൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ ആഴ്ചയും നിങ്ങൾക്ക് ന്യൂസ് ലെറ്റർ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ എല്ലാവരും ഡിസംബർ അവസാനിക്കുന്നതിന് മുന്നേ തന്നെ ജോലികൾക്കൊക്കെ അപ്ലൈ ചെയ്യുക. കുറച്ച് പേർക്കൊക്കെ ജോലി കിട്ടിയെന്ന് വരും. എല്ലാവർക്കും ജോലി കിട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ നിങ്ങളെല്ലാവരും പോയിട്ട് കാര്യമായിട്ടുള്ള സെർച്ചൊക്കെ ചെയ്ത് ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യുക കേട്ടോ. അപ്ലൈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ എംപ്ലോയർക്ക് ഒരു കോൺടാക്റ്റ് ലെറ്റർ അയക്കുക. അതുമൂലം നിങ്ങൾക്ക് ജോലി കിട്ടാനായിട്ട് ഒരു 20% കൂടുതൽ ചാൻസ് ഉണ്ടാക്കും. അപ്പോൾ അതുപോലുള്ള ഒരു ഇംപ്രസീവായിട്ടുള്ള ഒരു ലെറ്റർ എംപ്ലോയർക്ക് അയക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ see you. Bye.